ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തോട് കോൺഗ്രസ് നേതൃത്വം വീണ്ടും അനാദരവ് കാണിച്ചതായി BJP. കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേ മാതരം ആലപിച്ചതിനിടെ രാഹുലും സോണിയയും ഖാർഗെയും കാണിച്ച വിമുഖതയും അനാദരവും രാജ്യത്തിന് അപമാനമാണെന്ന് BJP നേതാക്കൾ കുറ്റപ്പെടുത്തി. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ അർപ്പിച്ച ലക്ഷക്കണക്കിന് വീരബലിദാനികളുടെ പോരാട്ട വീര്യത്തിന്റെ പ്രതീകമാണ് വന്ദേ മാതരം. എന്നാൽ പ്രീണന രാഷ്ട്രീയത്തിനും നിസ്സാരമായ വോട്ട് ബാങ്ക് താൽപര്യങ്ങൾക്കും വേണ്ടി കോൺഗ്രസ് നേതൃത്വം വീണ്ടും ഭാരതത്തിന്റെ ദേശീയ ഗീതത്തെ അപമാനിച്ചതായാണ് BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. आज कांग्रेस नेतृत्व ने एक बार फिर दिखा दिया कि उसे संपूर्ण वंदे मातरम से कितनी बेचैनी. ये सिर्फ प्रोटोकॉल का सवाल नहीं, ये देश के सम्मान का सवाल है. कांग्रेस ने अपनी ओछी और तुष्टिकरण की राजनीति के चक्कर में आज राष्ट्रीय गीत का अपमान किया है. മുമ്പ് ജവഹർലാൽ നെഹ്റു വെട്ടിമാറ്റിയ വന്ദേ മാതരത്തിന്റെ മൂലരൂപം കോൺഗ്രസ് ആസ്ഥാനത്ത് ആലപിച്ചപ്പോൾ രാഹുലും സോണിയയും മല്ലികാർജുന ഖാർഗെയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ആലാപനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. വന്ദേ മാതരം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വകവെച്ചു കൊടുത്തതല്ലെന്നും അത് ഭാരതത്തിന്റെ ദേശീയതയുടെയും ആത്മാവിന്റെയും അമര സംഗീതമാണെന്നും അനുരാഗ് സിംഗ് ഠാക്കൂർ MP ഓർമ്മിപ്പിച്ചു. वंदे मातरम भाजपा या कांग्रेस के किसी राजनीतिक दल की संपत्ति नहीं है. ये भारत के स्वतंत्रता संग्राम की आत्मा का हिस्सा है. ये उन करोड़ों लोगों की भावना है जिन्होंने देश की आजादी के लिए अपना सर्वस्व न्यौछावर कर दिया. ദേശീയ പ്രതീകങ്ങളെയും ഭാരതീയതയെയും തരം താഴ്ത്തി കാണിക്കുന്ന ഇത്തരം നടപടികൾ രാജ്യം വെച്ചു പൊറുപ്പിക്കില്ല. രാജ്യത്തിന്റെ അഭിമാനം ചോദ്യം ചെയ്ത കോൺഗ്രസ് നേതൃത്വം മുഴുവൻ ഭാരതീയരോടും നിരുപാധികം മാപ്പ് പറയണമെന്നും ഭാവിയിൽ ഇത്തരം അപമാനങ്ങൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകണമെന്നും BJP ആവശ്യപ്പെട്ടു. ജനം, ഡൽഹി.